ഇന്നുണ്ടല്ലോ സാധാ ചോറും സാമ്പാറൊക്കെ കഴിക്കാൻ വല്ലാത്തൊരു പൂതി കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നോമ്പും പെരുന്നാളൊക്കെ ആയിട്ട് നമുക്ക് ചിക്കനും അതേപോലെ ബീഫും നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തന്നെ അല്ലായിരുന്നോ. അപ്പോൾ സാധാ ചോറും സാമ്പാറൊക്കെ കഴിക്കാമെന്ന് വല്ലാത്തൊരു പൂതി കേട്ടോ. അപ്പോൾ ഞാനിതവിടെ അടുപ്പ് കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറും സാമ്പാറൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഈ സാധാ ചോറും അതേപോലെ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുമ്പം അതങ്ങനെ ആയിട്ട് മടുക്കൂലല്ലേ. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ കുറച്ച് കഴിച്ചാൽ പിന്നെ നമുക്കൊരു മടുപ്പാണ്. ഒരു നേരം കഴിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ വേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് നമുക്ക് സാമ്പാർ വെക്കാനുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ ഉപ്പേരിക്ക് ചീരയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം അരിയൊക്കെ കഴുകേണ്ട അരി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. പിന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തൊക്കെ വെച്ചു. അതേപോലെ തന്നെ സാമ്പാർക്കുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് വെജിറ്റബിൾസൊക്കെ അതിൽ ഇട്ട് കൊടുത്തു. അതേപോലെ പുളിൻ്റെ പൾപ്പ് ചേർത്ത് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്ത് കൊടുത്തു. അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. നമ്മൾ ചീരയൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് ചോറൊക്കെ വെന്ത് ഊറ്റി അടുപ്പ് ഒഴിഞ്ഞപ്പം അവിടെ ആ അടുപ്പത്ത് തന്നെ ചീര ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടേനും അതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയൊരു പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തു. അതേപോലെ സാമ്പാറൊക്കെ കടുക് വറുത്തെടുത്തു. പിന്നെ അതാ നമുക്കിന്ന് മത്തിമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം മീനൊക്കെ വേഗം ക്ലീൻ ചെയ്ത് ഉപ്പുമുളകൊക്കെ തേച്ച് അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പപ്പടവും പൊരിച്ചെടുത്തിട്ടോ. പിന്നെ വേഗം പോയിട്ട് ഒരു ഇല വെട്ടിക്കൊണ്ടുവന്ന് അതിക്ക് ചോറൊക്കെ വിളമ്പി സാമ്പാറും മത്തി ഫ്രൈ ചെയ്തതും അതേപോലെ തന്നെ പപ്പടവും ചീരോപ്പേരിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് കൂട്ടി കുഴച്ചാണ് കഴിച്ചു കേട്ടോ.